ആദ്യ ദിവസം ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് രാത്രി അടി കിട്ടി. സമരക്കാർക്ക് വെള്ളവും മറ്റും വിതരണം ചെയ്തുകൊണ്ട് മലയാളികളും ഇവിടെ നമ്മളെ ഇവിടെ അന്നും ഇതിലെ ഇവിടെ തന്നെ ഉണ്ട്. അറിയാം വേണ്ടിയാണല്ലോ പാർട്ടി ഇതൊന്നും അല്ല, സ്വന്തം രാജ്യത്തിന്റെ എഡ്യൂക്കേഷന് വേണ്ടി നമുക്ക് പോരാടുന്നത്. നമുക്ക് എന്തൊക്കെ പറ്റും അത് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ 6 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. 6 ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് കുറേ ഇപ്പം ഇവിടെ ഏകദേശം 350-ലധികം നമുക്ക് വെള്ളം ഇവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്, പാക്കറ്റ്സ്. അതെ, മൊത്തത്തിനും കാരണം ഇവയിലൊക്കെയുള്ള കുറച്ച് മലയാളികൾ മാത്രമാണ്. പിന്നെ നാട്ടിലുള്ള ആൾക്കാർ വരാൻ പറ്റാത്തവർ കുറേ അധികം ഫണ്ടുകൾ അയച്ചിട്ട് ഇതേപോലെ ഇതിവിടെ ഓർഡർ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് വീഡിയോ ഇട്ടൊന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മൊത്തത്തിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടിട്ട് ആൾക്കാർ അതേപോലെ നമുക്ക് പറ്റുന്ന ഇത് ആദ്യം ചെയ്തു. അപ്പോൾ അത് ഇട്ടതിന് ശേഷം കുറേ ആൾക്കാർ എൻകറേജ് ആയിട്ട് ഇതിലേക്ക് വരുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രോ ഒരു ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ വരുന്നുണ്ട്. അവർക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറ്റുന്ന സാധ്യതയുള്ള പല ആൾക്കാരുണ്ട് നാട്ടിൽ. എന്തെങ്കിലുമൊക്കെ രീതിയിൽ സഹായിക്കണമെന്നുണ്ട്. അവര് ഏകദേശം 350-ഓളം വെള്ളം അവർ അവിടെ നിന്നും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഇവിടെ വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും പ്രോപ്പറായിട്ട് കൊടുക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാവരും വോളണ്ടിയർമാരും ഉണ്ട്. 4-5 പേര് മലയാളി സിസ്റ്റം പോലെ ഉണ്ട്. നമ്മള് അതെ, ഇവരൊക്കെ മലയാളിയാണ്. 6 ദിവസമായി നമ്മളവിടെ വെക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. അല്ലല്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഞാൻ കൊല്ലം വരുന്നത്, മലപ്പുറം ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ആണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരാളല്ലേ, ആ രീതിയിൽ വന്നേ. നമുക്കിവിടെ വാട്ടർ ബോട്ടിൽ അറിയാം 6 ദിവസമായിട്ട് പല പല സഹായത്തിന് നമ്മൾ സാനിറ്റൈസേഴ്സ്, മാസ്ക്, ഇങ്ങനത്തെ പല പല ഇതുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ ദിവസം ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് രാത്രി അടി കിട്ടി. ഞാൻ അപ്പം തന്നെ വീഡിയോ ഇടും, അത് കുറച്ച് വൈറലാവുകയൊക്കെ ചെയ്യായിരുന്നു. ഞാൻ അപ്പം തന്നെ റിട്ടേൺ പോകാൻ നിൽക്കണം. ഒരു ദിവസം 2 ദിവസം നിൽക്കാൻ രീതിയിലായിരുന്നു എൻ്റെ പ്ലാൻ. ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ചെയ്ത് ഇവിടെ നിന്നത്. കാരണം ഞാൻ അന്ന് എനിക്ക് അടി കിട്ടിയപ്പോൾ എൻ്റെ മുന്നിൽ ഒരു സ്കൂൾ കുട്ടിയുണ്ട്, ഒരു പെൺകൊച്ച്, ഒരു 18-19 വയസ്സിലൊരു പെൺകൊച്ചാണ് കണ്ടത്. അവൾക്കൊരു ഡൽഹി പോലീസ് ഒന്ന് അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആ സങ്കടത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടു. അത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലാവുകയും. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ. ഇപ്പോൾ പല ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പല ആൾക്കാരും അവർക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു ഒന്നാമത്. അപ്പോൾ അത് ചിലർക്ക് കണ്ടില്ലെന്ന് വെക്കാന്നേ ഉള്ളൂ. ഇപ്പം നാട്ടിൽ ഇപ്പോൾ കുറേ അധികം സ്ഥലങ്ങളിൽ പെരിന്തൽമണ്ണ, അല്ലെങ്കിൽ കൊച്ചി, എറണാകുളം പല പല ജില്ലകളിൽ ഇതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. മാക്സിമം ആൾക്കാർ എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് റിയാലിറ്റി അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ നാട്ടിൽ മീഡിയസ് ആണെങ്കിൽ കൂടുതലും ഇവിടുത്തെ ടോപ്പ് ലെവൽ മീഡിയസ് ഇവിടെ ഇതുവരെ വന്നിട്ടുമില്ല, അതിൻ്റെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ചേട്ടൻ തന്നെ മീഡിയ ഫീൽഡ് ആകുമ്പോൾ ചേട്ടൻ ഇത് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല രീതി ഇപ്പം 2 ദിവസം മുന്നേ മോദിജി സപ്പോർട്ട് എന്ന രീതിയിൽ എൻ്റെ സ്റ്റുഡൻസ് സപ്പോർട്ട് എന്ന് പറഞ്ഞു. ഇത് ശക്തമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ, ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതല്ലേ. അപ്പോൾ മാക്സിമം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും മീഡിയസാണ് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. മലയാളികൾ ഇപ്പോൾ ഈ ആദ്യത്തെ നമ്മൾ ഒരു ദിവസം കണ്ടതാകെ ഒരാളെയാണ്, 1-3-4 പേരെ കണ്ടുള്ളൂ. ആദ്യത്തെ 3 ദിവസം. ഇന്നലെ ആയപ്പോൾ ആ സ്ഥാനത്ത് 25, 30, 40 ആൾക്കാർ വരുന്നുണ്ട്. പല ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ബ്രോ എങ്ങനെ വരുന്നത്, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് ഒരു 10-60-100 പേരോടെ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഫുഡ് കാര്യങ്ങൾ മെഡിസിൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് സ്റ്റാളുകളാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ലോകത്തിന് വിവിധ ഭാഗത്തു നിന്ന് മലയാളികൾ ഉൾപ്പെടെ ഈ സമരവേദിയിലേക്ക് സഹായവുമായി എത്തുന്നുണ്ട് എന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ക്യാമറമാൻ അമലിനോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.